BJP പുതിയ ദേശീയ അധ്യക്ഷനായിട്ടുള്ള കാത്തിരിപ്പ് അങ്ങനെ അവസാനിക്കുകയാണ്. അതായത് BJP പുതിയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറേ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഇപ്പോഴാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള ആ ഒരു ചോദ്യം. എന്നാൽ അതിനുള്ള ഉത്തരം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. BJP അതിനുള്ള പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാന സംസ്ഥാനങ്ങളിൽ ഒക്കെ തന്നെ പാർട്ടി തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെ നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പട്ടിക പാർട്ടി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരെ കുറിച്ച് ഇപ്പോൾ ചില പേരുകൾ വെളിപ്പെട്ടിരിക്കുകയാണ്. വിശദമായി പറയുകയാണെങ്കിൽ പുതിയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ BJP ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാന സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സംഘടനാ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കാൻ 3 മുതിർന്ന നേതാക്കളെയാണ് വെള്ളിയാഴ്ച പാർട്ടി നിയമിച്ചിരിക്കുന്നത്. നിലവിലെ BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദ കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ദീർഘകാലത്തേക്ക് സേവനമനുഷ്ഠിച്ചു വരികയാണ്. തുടർച്ചയായ 3ാം തവണയും അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഇടം നേടി. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസറായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ നിയമിച്ചതായും ഉത്തരാഖണ്ഡിലെ പ്രക്രിയയ്ക്ക് ഹർഷ് മൽഹോത്ര മേൽനോട്ടം വഹിക്കുമെന്നും പാർട്ടി ഔദ്യോഗിക കത്തിൽ അറിയിച്ചിരിക്കുന്നു. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് രവിശങ്കർ പ്രസാദിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. BJPയുടെ ഭരണഘടനാ പ്രകാരം 37 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ യൂണിറ്റുകളിൽ കുറഞ്ഞത് പകുതിയിലെങ്കിലും സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം മാത്രമേ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ കഴിയും. കൂടാതെ ഒന്നുകൂടി ഇതുവരെ 14 യൂണിറ്റുകളിൽ പുതിയ സംസ്ഥാന മേധാവികളെ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക, തെലങ്കാന തുടങ്ങിയ നിർണായക സംസ്ഥാനങ്ങളിൽ ഇതുവരെ ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നില്ല. 2026 സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്കും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി പാർട്ടിയുടെ രൂപരേഖ രൂപപ്പെടുത്തുന്നതിൽ പുതിയ BJP പ്രസിഡന്റ് നിർണായക പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. താഴെത്തട്ടിൽ നിന്നുള്ള സംഘടനാ പങ്കാളിത്തം ഉൾപ്പെടുന്നതിനാൽ ആഭ്യന്തര തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ അടിത്തട്ടിലെ യന്ത്രങ്ങളെ ഊർജ്ജസ്വലമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രഖ്യാപനം പുതിയ BJP ദേശീയ അധ്യക്ഷൻ ആരെന്നുള്ള പ്രഖ്യാപനം ജൂലൈയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ജൂലൈ ആദ്യ ആഴ്ചയോ 2ാം ആഴ്ചയോ ഇതിനുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രധാന തസ്തികയിലേക്കുള്ള ആരാണ് BJP അധ്യക്ഷനാകാൻ പോകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പാർട്ടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരെ കുറിച്ച് രാഷ്ട്രീയ ഇടനാഴികളിൽ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചർച്ചകളായി മാറുകയാണ്. അതായത് ഒഡീഷയിൽ നിന്നുള്ള പ്രമുഖ OBC നേതാവും കേന്ദ്രമന്ത്രിയുമായ ധർമ്മേന്ദ്ര പ്രധാനാണ് 1ാമത്തെ പേര്. പട്ടികയിൽ ഉൾപ്പെടുന്നു ഇദ്ദേഹം. BJPയുടെ കേന്ദ്ര നേതൃത്വവുമായുള്ള അടുത്ത ബന്ധത്തിനും ശക്തമായ സംഘടനാ റെക്കോർഡിനും പേരുകേട്ടയാളാണ് പ്രധാൻ. 2ാമത്തെ ആളെന്ന് പറയുന്നത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ബഹുജന ആകർഷണീയതയും ദീർഘകാല രാഷ്ട്രീയ പരിചയവും കാരണം ശക്തനായ സ്ഥാനാർത്ഥിയായി കണക്കാക്കപ്പെടുന്നു ഇദ്ദേഹത്തെ. അടുത്തിടെ മോദി മന്ത്രിസഭയിൽ ചേർന്ന മുൻ ഹരിയാന മുഖ്യമന്ത്രിയായിട്ടുള്ള മനോഹർ ലാൽ ഖട്ടറാണ് മറ്റൊരു പ്രധാന പേരായി കേൾക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇവർ 3 പേരും തന്നെയാണ് ഇപ്പോൾ പ്രധാന പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിനായിട്ടുള്ള പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞതിനാൽ തന്നെയും ഉടൻ തന്നെ BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ഒരു വ്യക്തി എത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത് ജൂലൈ മാസം തന്നെ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്.